തൃണമൂൽ കോൺഗ്രസ് രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ഒരു മുന്നണിയുടെയും ഭാഗമാകാത്തതാണ് പി വി അൻവറിന്റെയും UDF പ്രവേശനത്തിന് വെല്ലുവിളിയാകുന്നത്. വലത് മുന്നണിയുടെ ഭാഗമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ കത്ത് നൽകിയെങ്കിലും UDF ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്നില്ല. ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ അൻവറിനെ ഉടൻ മുന്നണിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു. അതേസമയം കോൺഗ്രസ്, തൃണമൂൽ, ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ ഒരേപോലെ അനുകൂല തീരുമാനമെടുക്കേണ്ട സാഹചര്യം ഉണ്ടായതോടെയാണ് മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വഴിമുട്ടിയത്. അതേസമയം നിലമ്പൂർ മണ്ഡലത്തിൽ ഏറെ സ്വാധീനമുള്ള അൻവറിന്റെയും അദ്ദേഹം ഉൾപ്പെട്ട തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയുടെയും പിന്തുണ മുന്നണിക്ക് പുറത്തുനിന്ന് ഉറപ്പാക്കാനുള്ള നീക്കങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം സജീവമാക്കിയിരിക്കുന്നത്. KK രമ MLA-യും RMP പാർട്ടിയും UDF-ന് പുറത്തുനിന്ന് പിന്തുണ നൽകുന്നതിന് സമാനമായി അൻവറിനെയും മുന്നണിക്കൊപ്പം ചേർത്ത് നിർത്താനുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. അതേസമയം നിലമ്പൂരിലെ UDF-ന്റെ സാധ്യതാ പട്ടികയിലുള്ള DCC അധ്യക്ഷൻ കൂടിയായ VS ജോയിയും ആര്യടൻ ഷൗക്കത്തും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് മണ്ഡലത്തിലെ മരണവീടുകളിലും വിവാഹവേദികളിലും ഒരേപോലെ സന്ദർശനം നടത്തുന്നത് കോൺഗ്രസ് പ്രവർത്തകർക്കും പ്രാദേശിക നേതാക്കൾക്കുമിടയിൽ ആശയക്കുഴപ്പം തീർക്കുന്നതായാണ് KPCC നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇരു നേതാക്കളും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത പരിഹരിക്കാൻ നേതൃത്വം ഇടപെടണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. അൻവറിന്റെ പിന്തുണ കൂടി ഉറപ്പാക്കിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി നിർണയമാകും നിലമ്പൂരിൽ UDF നടത്തുകയെന്നാണ് വിവരം. അതേസമയം വയനാട് MP കൂടിയായ പ്രിയങ്ക ഗാന്ധിയുടെ അഭിപ്രായവും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിൽ നിർണായകമാകുമെന്നാണ് സൂചന. ഡാൻ കുര്യൻ, News 18, തിരുവനന്തപുരം.